ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം സിദ്ധയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് കടക്കാം. ചണ്ഡമുണ്ഡവധമാണ്. നമ്മൾ 6-ാം അധ്യായത്തിൽ കണ്ടു, ധൂമ്രലോചനനെ വധിക്കാൻ അയച്ചു. ധൂമ്രലോചനൻ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്തത് ചണ്ഡമുണ്ടന്മാരെ വിളിച്ച് ദേവിയെ വധിച്ചോ, അല്ലെങ്കിൽ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചെഴച്ചോ, അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടിയിട്ടോ കൊണ്ടുവരപ്പെടണം എന്ന് ആജ്ഞാപിക്കുന്നിടത്താണ് 6-ാം അധ്യായം അവസാനിച്ചിരുന്നത്. ഇനി 7-ാം അധ്യായത്തിൽ ചണ്ഡമുണ്ടവധമാണ്. ഋഷി കഥ തുടരുകയാണ്. ഇവിടെ ഋഷിരുവാച. 1-ാമത്തെ ശ്ലോകം. ആജ്ഞപ്താസ്തേ തതോ ദൈത്യാശ്ചണ്ഡമുണ്ടപുരോഗമാഃ ചതുരംഗബലോപേത യയുരഭ്യുദ്യതായുധാഃ. ഋഷി പറഞ്ഞു, തതഃ ആജ്ഞപ്താഃ, അനന്തരം നിയുക്തന്മാരായ, ആജ്ഞാപിക്കപ്പെട്ടവരാണ്. ആജ്ഞപ്താഃ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കപ്പെട്ടവരായ ചണ്ഡമുണ്ട പുരോഗമാഃ, അതായത് ചണ്ഡൻ മുണ്ടൻ തുടങ്ങിയ തേ ദൈത്യാഃ, ആ അസുരന്മാർ, ചതുരംഗ ബലോപേതാഹ, ചതുരംഗ പടകളോടുകൂടി. ചതുർ അംഗമാണ്, 4 അംഗങ്ങളോടുകൂടിയ പടയാണ് ചതുരംഗപ്പട. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആന, കുതിര, തേര്, കാലാളി, ഇതാണ് ചതുരംഗം. നമ്മുടെ ചെസ് ബോർഡിലെ കരുക്കളാണ് ചതുരംഗം എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ ചതുരംഗ കളിയാണ് ഇന്നത്തെ ചെസ്സായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതായത് അഭ്യുദ്യതായുധാഹ, ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഉദ്യതായുധങ്ങൾ, ഉദ്യതഃ ആയുധാഹ, അതായത് ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച്. യയുഹു, പോയി. ഇപ്പോൾ ദൈത്യാസുരൻ്റെ, അതായത് ഇവിടെ ചണ്ഡമുണ്ടന്മാരോട് കൽപ്പിച്ചത് കേട്ടതും അവർ ആ ആജ്ഞയെ മാനിച്ച് ശുംഭാസുരനാൽ നിയുക്തന്മാരായ ചണ്ഡമുണ്ടന്മാർ, ആ അസുരന്മാർ ചതുരംഗപ്പടകളോടുകൂടിയാണ്, 4 വിധത്തിലുള്ള 4 അംഗങ്ങളോടുകൂടിയ പടകളോടുകൂടി പോയി. അവരെല്ലാം ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് ഈ ദേവിയെ കൊണ്ടുവരാൻ വേണ്ടി പോയത്. ഇനി അടുത്ത ശ്ലോകം. ദദൃശുസ്തേ തതോ ദേവീമീഷദ്ധാസാം വ്യവസ്ഥിതാം സിംഹസ്യോപരി ശൈലേന്ദ്രശൃംഗേ മഹതി കാഞ്ചനെ. തതഃ തേ, അനന്തരം അവർ, ഈ സൈന്യം, അതായത് ചണ്ഡമുണ്ടന്മാരും അവരുടെ സൈന്യങ്ങളും, മഹതി കാഞ്ചനെ, മഹതി എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വലുതായ, മഹത്തായ എന്നുള്ള അർത്ഥത്തിലാണ്. മയമായിരിക്കുന്ന, കാഞ്ചനം സ്വർണ്ണമാണ്, സ്വർണ്ണമയമായിരിക്കുന്ന, ശൈലേന്ദ്ര ശൃംഗേ, ശൈലം പർവ്വതമാണ്, ശൈലേന്ദ്രൻ അതായത് ശൈലങ്ങളുടെ രാജാവാണ്. ഹിമവാന്റെ ശൃംഗം, കൊടുമുടി, അതായത് ഹിമവാന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ, സിംഹസ്യോപരി, സിംഹത്തിൻ്റെ മുകളിൽ, ഉപരി മുകളിൽ, ഈഷദ്ധാസാം വ്യവസ്ഥിതാം, ഈഷത് ഹാസാം എന്ന് പറഞ്ഞാൽ ചെറിയ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ദേവിയും ദദൃശുഹു, ദേവിയെ കണ്ടു. അപ്പോൾ ചണ്ഡമുണ്ടന്മാർ സൈന്യ ചതുരംഗപ്പടയോടുകൂടി ഹിമവാന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ പൊക്കമുള്ള, അതായത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ ഇരിക്കുന്ന, സ്വർണ്ണമയമായിരിക്കുന്ന ആ ഹിമവൽ ശൃംഗത്തിൻ്റെ മുകളിൽ, സിംഹത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ദേവിയെ കണ്ടു എന്നർത്ഥം. അതായത് ഹിമവാൻ മഞ്ഞ് നിറഞ്ഞ്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഹിമവാനെ വർണ്ണിക്കാം അല്ലേ. അതായത് നോക്കുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം അല്ലേ. അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കി ആ സൗന്ദര്യത്തെ വർണ്ണിക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ ഇവിടെ കാഞ്ചനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർണ്ണവർണ്ണമയത്തോടു കൂടിയ ഹിമവാന്റെ കൊടുമുടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ആ പർവ്വത ശൃംഗത്തിൽ ഏറ്റവും മുകളിലായിട്ട് തൻ്റെ വാഹനമായ സിംഹത്തിൻ്റെ മുകളിൽ ഒരു ചിരിയോടുകൂടിയിരിക്കുന്ന ദേവിയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ധൂമ്രലോചനൻ പ്രാപിച്ച ഫലം തന്നെയാണിപ്പോൾ ചണ്ഡമുണ്ടാദികൾക്കും ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം, ആ ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോൾ അല്ലേ. അപ്പോൾ അടുത്ത ശ്ലോകം 3-ാമത്തെ. തേ ദൃഷ്ട്വാ താം സമാദാതുമുദ്യമം ജക്രുരുദ്യതാഃ ആകൃഷ്ടചാപാസിധരാസ്തധാന്യേ തത്സമീപകാഃ. ഇനി ഉദ്യതാഃ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സാഹത്തോടു കൂടിയ ഉദ്യമത്തിനെയാണ് ഉദ്യതാഃ. തേ, അവർ, താം ദൃഷ്ട്വ, അവളെ കണ്ടിട്ട്, സമാദാതും ഉദ്യമം ചക്രുഹു, സമാദാതും ഉദ്യമം, അവളെ പിടിക്കുന്നതിനായിട്ട് ഉദ്യമിച്ചു എന്ന് പറഞ്ഞാൽ ചക്രുഹു, പിടിക്കുക,
ആ ദേവിയെ കണ്ട ഉടനെ അവളെ പിടിക്കുന്നതിനായിട്ട് ശ്രമിച്ചു എന്നർത്ഥം. തഥാ അന്യേ, അപ്രകാരം തന്നെ മറ്റു ചില ഈ സൈനികരും, അതായത് അസുരന്മാരും, ആകൃഷ്ട ചാപ അസി ധര, വലിച്ചു പിടിച്ചിരിക്കുന്ന ചാപം വില്ല്, അസി വാള്, ധര അതായത് വലിച്ചു പിടിച്ചിരിക്കുന്ന വാളോടും വില്ലുകളോടും കൂടി തൽ സമീപകാഹ, ദേവിയുടെ സമീപത്തേക്ക് ഗമിച്ചു എന്നർത്ഥം. ഉത്സാഹത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ദേവിയെ കണ്ടിട്ട് വേറെ ചില അസുരന്മാർ വില്ലുകളോടും, അതായത് വലിച്ച് അമ്പെയ്യാൻ റെഡിയായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്ന വാളുകളോടും വലിച്ചു പിടിച്ചിരിക്കുന്ന വില്ലുകളോടും, ചാപം അസി വാളുകളോടും കൂടി ദേവി സമീപത്തേക്ക് പോയി എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം. തതക്കോപം ജകാരോച്ചൈരംബികാ താനരീൻ പ്രതി. തതഃ കോപം, ഇവിടെ കോപേന ചാസ്യാവദനം മഷീവർണം അഭൂത് തഥാ. തതക്കോപം ചകാരോച്ചൈർ, തതഃ അംബിക, അനന്തരം ദേവി, താൻ അരീൻ പ്രതി. ഇവിടെ അരി ശത്രുക്കളാണ്, അരീൻ ശത്രുക്കൾ ബഹുവചനമാണ്. തൻ്റെ ആ ശത്രുക്കളെക്കുറിച്ച് കോപം ജകാര, ഈ ശത്രുക്കളെ അസുരന്മാർ വീണ്ടും ധൂമ്രലോചനെ കൊന്നയച്ചതേ ഉള്ളൂ. അവർ പോയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ബാച്ച് വരുന്നത്. അവരെ കണ്ടിട്ട് ഏറ്റവും കോപം, ചകാര എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്, ഇവിടെ കോപം കൊണ്ടു എന്നുള്ള അർത്ഥമുള്ളൂ. ദേവിക്ക് കോപം ഉണ്ടായി, കടുത്ത കോപം ഉണ്ടായി എന്നർത്ഥം. തഥാ കോപേന, അപ്പോൾ കോപേന, കോപം കൊണ്ട്, കോപത്താൽ, അസ്യാവദനം, ദേവിയുടെ മുഖം, അസ്യ അവളുടെ, ഈ ദേവിയുടെ വദനം മഷീവർണം അഭൂത്. ഇവിടെ മഷിയുടെ നിറം കറുപ്പാണെന്ന് നമുക്ക് വിചാരിക്കാം. അതായത് കറുപ്പ് വർണ്ണം അല്ലെങ്കിൽ കൃഷ്ണവർണ്ണമായി ഭവിച്ചു. സാധാരണ നമ്മൾ കോപം കൊണ്ട് മുഖം ചുവന്നു എന്നാണ് പറയാറ്, കണ്ണുകൾ ചുവന്നു, മുഖം ചുവന്നു. ഇവിടെ ദേവി കറുപ്പ് നിറമാണ്, കൗശികിയാണെന്ന് പറഞ്ഞല്ലോ, ഗൗരിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കറുപ്പ് ഒന്നുകൂടി കറുത്തു എന്നാണ് അർത്ഥം. അനന്തരം ദേവി ആ ശത്രുക്കളോട് വളരെ കോപിച്ചു. ആ കോപം നിമിത്തം അവളുടെ മുഖം കറുത്തതായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. ഭൃഗുഡീ കുടിലാത്തസ്യ ലലാട ഫലകാദ്രുതം കാളീ കരാളവദന വിനിഷ്ക്രാന്ത ശിവാശിനി. തസ്യാഹ, അവളുടെ, ഭൃഗുഡീ കുടിലാത്ത്, ഭൃഗുടി പുരികക്കൊടികൾ, വളവ് കൊണ്ട്, ദേവിയുടെ മുഖം സുന്ദരമാണ്, പുരികക്കൊടികൾ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. പണ്ട് കാലത്ത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിരുന്നു പൂർണ്ണചന്ദ്രനോട് സദൃശമായ മുഖവും വില്ല് പോലെ വളഞ്ഞ പുരികക്കൊടികളൊക്കെ. നമുക്ക് പണ്ട് കാലത്തെ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് ഇന്ദുലേഖയിലും ഒക്കെ എഴുതിയിരിക്കുന്ന, അതൊക്കെ വായിച്ചിട്ട് ഉള്ളവർക്കറിയാം അതിൻ്റെ. അപ്പം മുഖത്തിന് വട്ടമുഖമാണ് പണ്ടത്തെ സൗന്ദര്യം. ഇന്നാണ് മറ്റുള്ള രൂപങ്ങളൊക്കെ ഓവൽ ഷേപ്പും അതുപോലെ തന്നെ ചീക്കൊക്കെ ഇങ്ങനെ ഉയർന്നിരിക്കുന്ന, അതുപോലെ പല ലക്ഷണങ്ങളും ഇന്നാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് സൗന്ദര്യത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മാറിയത്. അപ്പോൾ ഇവിടെ ദേവിയുടെ പുരികക്കൊടി വളഞ്ഞതായിരുന്നു, ഇപ്പോൾ കോപം കൊണ്ട് ഒന്നുകൂടി വളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭൃഗുടി കുടില തസ്യ അവളുടെ പുരികക്കൊടികൾ വളഞ്ഞിരിക്കുന്ന. അതുപോലെ തന്നെ ലലാട ഫലക, ലലാടം നെറ്റിത്തടമാണ്, വിസ്താരമായ നെറ്റിയിൽ നിന്ന്, ദ്രുതം വേഗത്തിൽ, കരാളവദന ഭയങ്കര മുഖമായിട്ട്, കരാളം എന്ന് പറഞ്ഞാൽ ഭീതി ജനിപ്പിക്കുന്നതെന്നാണ്, വദനം മുഖം തന്നെയാണ്. അപ്പോൾ ലലാട ഫലകാത് എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ നിന്ന്, ദ്രുതം വേഗത്തിൽ, കരാളവദന ഭയങ്കരമുഖിയായിട്ട്, ഭയങ്കരമായ ഭീതി ജനിപ്പിക്കുന്ന മുഖത്ത്, ഭയത്തെ ജനിപ്പിക്കുന്ന മുഖത്തോടു കൂടിയുള്ളതായിട്ട്, അസി പാശിനി, പാശം കയറാണ്, അസി വാളും പാശവും കയ്യിലെടുത്തിട്ട്, കാളി എന്ന് പേരോടുകൂടിയ ദേവി വിനിഷ്ക്രാന്ത ഉദ്ഭവിച്ചു. ഇനി ഇവിടെ നോക്കാം. ആ ദേവിയുടെ പുരികക്കൊടിയുടെ വളവ് കൊണ്ട് വളഞ്ഞതായ ആ ലലാടത്തിൽ നിന്ന്, നെറ്റിയിൽ തടത്തിൽ നിന്ന് വേഗത്തിൽ ഭയങ്കരമായ മുഖത്തോടുകൂടി, ഭീതി ജനിപ്പിക്കുന്ന മുഖത്തോടുകൂടി, കയ്യിൽ വാളും അതുപോലെ തന്നെ പാശം കയറും ധരിച്ച് കാളി എന്ന പേരോടുകൂടിയ ഒരു ദേവി വീണ്ടും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് യാതൊന്ന് ഹേതുവായിട്ട് അംബികയുടെ മുഖം കോപം നിമിത്തം കൃഷ്ണവർണ്ണമായി ഭവിച്ചുവോ, ആ കോപം കൊണ്ട് തന്നെ വിസ്താരമായ നെറ്റിത്തടത്തിൽ നിന്ന് കാളി എന്ന് വിളിക്കുന്ന വിളിപ്പേരോടുകൂടിയ ദേവി ദൈത്യന്മാരെ നശിപ്പിക്കുന്നതിനായി വീണ്ടും ഉദ്ഭവിച്ചു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം, ആറാമത്തെ. വിചിത്ര ഖഡ്വാംഗധര നരമാലാവിഭൂഷണ ദ്വീപിചർമ്മപരിധാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വ ലലനഭീഷണ
നിമഗ്നാരക്തനയന നദാപൂരിത ദിങ്മുഖ. നീ സ അവൾ, ആ ദേവിയെ, ആ പുറപ്പെട്ടു വന്ന ദേവിയെക്കുറിച്ച് പറയുകയാണ്, കാളി എന്ന ദേവിയെക്കുറിച്ച്. വിചിത്ര ഖഡ്വാംഗധര, വിചിത്രമായിരിക്കുന്ന ഖഡ്വാംഗത്തെ ധരിച്ചിരിക്കുന്ന, അതായത് വാളിനെ ധരിച്ചിരിക്കുക. അതുപോലെ തന്നെ ആ കാളിയുടെ രൂപമാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഇവിടെ കാളി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലയോടുകൊണ്ടുള്ള മാലയൊക്കെ ധരിച്ച്, അതുപോലെ കാൽ ചുവട്ടിലുണ്ടല്ലോ ദാരികനെ കൊന്ന ആ ഒരു കയ്യിൽ ഒരു ശിരസ്സുണ്ടായിരിക്കും, പിന്നെ മറ്റുള്ള കൈകളിലെല്ലാം പലവിധ ആയുധങ്ങളുണ്ടായിരിക്കും. അപ്പോൾ വ്യാഘ്ര തുകൽ, വസ്ത്രം ആയിട്ട് വ്യാഘ്രത്തിൻ്റെ തുകലാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വരികളുടെ അർത്ഥം നോക്കിയിട്ട് ബാക്കി പറയാം. വിചിത്ര ഖഡ്വാംഗധര എന്ന് പറഞ്ഞാൽ വിചിത്രമായ വാൾ കയ്യിൽ ധരിച്ചിരിക്കുകയാണ്, അംഗത്തിൽ. നരമാലാ വിഭൂഷണ, തലമാലകളാകുന്ന, അതായത് തലയോടുകൊണ്ടുള്ള മാലയാണ്, അലങ്കാരത്തോടുകൂടി. തലയോടല്ല, നരമാല, മനുഷ്യൻ്റെ തലയാണ് മാലയായി ധരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വീപി ചർമ്മ പരിധാന, ദ്വീപി ചർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ കടുവയുടെ തുകലാണ് വസ്ത്രമായി ധരിച്ചിരിക്കുന്നത്. ശുഷ്കമാംസ, അതായത് മാംസത്തോട് കൂടാത്തവളായി, ശുഷ്കമായ മാംസമേ ഉള്ളൂ ദേഹത്ത്. അതിഭൈരവ എന്ന് പറഞ്ഞാൽ അതിഭീകരമായ രൂപത്തോടു കൂടിയവൾ. അതിവിസ്താരവദന, വദനം മുഖത്തോടുകൂടി, മുഖം വളരെ വിസ്തൃതമാണ് എന്ന് പറഞ്ഞാൽ വദനം വളരെ വിസ്താരമുള്ളതാണ്. ജിഹ്വ ലലന ഭീഷണ, അതായത് ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് ഇങ്ങനെ പുറത്തേക്കിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. ആ ചുവപ്പ് കളറിലുള്ള നാക്ക് ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട്, അതുപോലെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഉരുണ്ട് പുറത്തേക്ക് തള്ളി ചുവപ്പ് രൂപമായി ഭയങ്കരിയായി. നിമഗ്നാരക്തനയന, അതായത് കണ്ണുകൾ ചുവന്നിരിക്കുന്ന കണ്ണുകളോടുകൂടിയവളായി. കണ്ണുകളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ, ആ രൂപം ഒന്ന് മനസ്സിൽ സ്മരിച്ചു നോക്കുക. നാദാപൂരിത ദിങ്മുഖ, അതുപോലെ നാദാപൂരിതം, നാദം ശബ്ദം കൊണ്ട് മുഖരിതമായി, അതായത് കണ്ഠത്തിൽ നിന്ന് ഗർജനം ഇങ്ങനെ പുറത്തേക്ക് വന്നു എന്നാണ്, ഗർജിച്ചു എന്നാണ്. അത് എല്ലാ ദിങ്മുഖ, എല്ലാ ദിഗന്ധങ്ങളിലും ഇങ്ങനെ മുഴങ്ങി. അപ്പോൾ ദേവിയുടെ രൂപം ഒന്ന് നോക്കുക. വിചിത്രമായിരിക്കുന്ന വാളുകളെ ധരിച്ചു, അതുപോലെ തന്നെ കഴുത്തിൽ നരമാല വിഭൂഷിതം, മനുഷ്യരെ തല കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്, ആ മാല കൊണ്ടാണ് കഴുത്ത് അലങ്കരിച്ചിരിക്കുന്നത്. വ്യാഘ്രത്തുകലാണ് വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. അധികം മാംസത്തോട് കൂടാത്തവൾ എന്ന് പറഞ്ഞാൽ തടിച്ച സ്ഥൂല ശരീരിണി അല്ല. അതുപോലെ അതിഭയങ്കര രൂപയാണ്. മുഖത്തിൻ്റെ ആകൃതി അതിവിസ്താരമേറിയതാണ്. നാവിളക്കിക്കൊണ്ട് ഭയങ്കരിയായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അതുപോലെ കണ്ണുകളാണെങ്കിൽ രക്തനിറത്തിലാണ്. അതുപോലെ കണ്ഠത്തിൽ നിന്ന് ആ ദിഗന്ധങ്ങൾ, അതായത് 8 ദിക്കുകളും നിറയുന്നത് പോലെയുള്ള ഗർജനം ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഇനി ഖഡ്വാംഗധര എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ മനുഷ്യ ശിരസ് കോർത്തിരിക്കുന്ന, അതായത് ഇങ്ങനെ ഒരു വിചിത്രമായ ഖഡ്ഗമാണ്. ആ ഖഡ്ഗം കൊണ്ട് മുറിച്ച ശിരസ്സുകളെയെല്ലാം പ്രത്യേകം മാലയാക്കി കോർത്തിട്ടിരിക്കുന്നത്. നരമുണ്ടമാല എന്ന് പറയും ഇതിന്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിചിത്രമായിരിക്കുന്ന ഖഡ്വമായ അംഗത്തെ ധരിച്ചിരിക്കുന്നവൾ, അല്ലെങ്കിൽ ഇനി വേറൊരു അസുരനുണ്ട്, വിചിത്ര ഖഡ്വാസുരൻ എന്ന് പറഞ്ഞ്. അതുപോലെ ശരീരത്തിലുള്ള അസ്ഥികൂടിനെ, കങ്കാളത്തെ അസ്ഥിമാല ധരിച്ചിരിക്കുന്നവളെയും ഖഡ്വാംഗധര എന്ന് വിളിക്കും, കങ്കാളത്തെ ധരിച്ചിരിക്കുന്നവളെയും. അപ്പോൾ ഇവിടെ നരമാല വിഭൂഷണ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നരന്മാരുടെ, അതായത് മനുഷ്യരുടെ, പ്രേതങ്ങളുടെ ആ ശിരസ് കൊണ്ടുള്ള മാല ആഭരണങ്ങളായിട്ടുള്ളവ. നമ്മുടെ മനസ്സിലുള്ള രൂപം അത് തന്നെയാണ് അല്ലേ, കാളിയുടെ രൂപം അല്ലേ. ഇനി ശരീരത്തിൽ ശുഷ്കമാംസം, അതായത് വളരെ പേരിന് മാത്രമേ മാംസമുള്ളൂ, അത്രയ്ക്ക് മെലിഞ്ഞ ശരീരപ്രകൃതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി പറഞ്ഞത് സിംഹനാദം പോലെയുള്ള കണ്ഠഗർജനം, അതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അത് അടുത്ത ശ്ലോകം നോക്കാം. സ വേഗേനാഭിപതിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേത തദ്ബലം എന്ന്. സ, ആ കാളീദേവി വേഗേന അഭിപതിത എന്ന് പറഞ്ഞാൽ നേരിട്ട് മുമ്പോട്ട് വന്നു. വേഗത്തിൽ നേരിട്ട് മുമ്പോട്ട് ചെന്നിട്ട് മഹാസുരാൻ ഘാതയന്തി, ആ മഹാസുരന്മാരെ ഘാതയന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലാൻ ചെന്നു എന്നാണ്. അത് വധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അവളെ വധിക്കാനായിട്ട്, ഈ അസുരന്മാരെ വധിക്കാനായിട്ട് ഉദ്യമിച്ചു എന്ന്, വധിക്കാൻ വേണ്ടി ചെന്നു. തത്ര സൈന്യേ, ആ സൈന്യത്തിൽ സുരാരീണാം, അസുരന്മാരുടെ തത് ബലം അഭക്ഷേത, ആ പ്രസിദ്ധമായ സൈന്യത്തെ ഭക്ഷിച്ചു. ഇവിടെ മനുഷ്യരെ ഭക്ഷിക്കാൻ റെഡിയായിട്ടാണ് അത്ര ഭയങ്കരമായ രൂപത്തെ ദേവി ധരിച്ചത്. അതുപോലെ തന്നെ
ദേവി ആ സൈന്യത്തിലേക്ക് നേരിട്ട് ചെന്ന് മഹാസുരന്മാരെയൊക്കെ താടിച്ച് ആ സൈന്യത്തെ ഓരോന്നോരോന്നായിട്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഘാതയന്തി എന്നുള്ള വാക്കിനെ പറഞ്ഞിരിക്കുന്നത് എന്നെ അസുരന്മാർ കൊല്ലട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവി അവരുടെ നേരെ ചെന്നു. പക്ഷേ ചെന്നെങ്കിലും എന്താ സംഭവിച്ചത്? ദേവി അവരെ ഓരോരുത്തരെ ആയിട്ട് ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ശ്ലോകം പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹി യോധഖണ്ഡാ സമന്വിതാൻ സമാദായൈകഹസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹി, വാരണാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനകളാണ്, ഗജങ്ങൾ. വാരണം ആന, വരണാൻ ആനകൾ. ഈ പാർഷ്ണിഗ്രാഹാങ്കുശ ഗ്രാഹി ആനയുടെ പൃഷ്ഠഭാഗത്തെ രക്ഷിക്കുന്നവനോടും അതുപോലെ തന്നെ പൂർവഭാഗസ്ഥനായ തോട്ടിക്കാരനോടും ഗ്രാഹി യോധ ഖണ്ഡ സമന്വിതാൻ. സമന്വിതാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യോദ്ധാവോടും, അതായത് ഗജാരൂഢന്മാരായ യോദ്ധാവോടും, അതുപോലെ ആനയുടെ സൈഡിൽ നിൽക്കുന്ന ഈ ആ തോട്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ ആനയെ നയിക്കുന്നവൻ ആനക്കാരൻ, അതുപോലെ തന്നെ പാർശ്വലംബികളായിരിക്കുന്ന അവരുടെ പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹി, അങ്കുശം തോട്ടിയാണ്. പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആനയുടെ വശത്ത് തോട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, അതായത് ആനയെ നിയന്ത്രിക്കുന്നവൻ. ആനയുടെ മുകളിൽ പൃഷ്ഠഭാഗത്ത് ഇവിടെ സൈന്യത്തിൽ, അതായത് യോദ്ധാവിനെ കാണാം നമുക്ക്, യുദ്ധം ചെയ്യാനുള്ള ആളെ. അതുപോലെ സൈഡിൽ തോട്ടിക്കാരനുണ്ട്. അതുപോലെ ഗജാരൂഢനായ യോദ്ധാവോടും തോട്ടിക്കാരനോടും പാർശ്വലംബികളായിരിക്കുന്ന ആനമണികളോടും കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഹി യോധ ഖണ്ഡ, യോദ്ധാവ്. ഇവിടെ ഖണ്ഡ സമന്വിതൻ എന്ന് പറഞ്ഞാൽ മണികളോട് കൂടിയവൻ എന്നാണ്, ആനകളുടെ മണികളോടുകൂടി. വാരണാൻ, ഗജങ്ങളെ ഏകഹസ്തേന ഒരു കൈകൊണ്ട് സമാധായ പിടിച്ചു ചുരുക്കിയിട്ട് മുഖേ ചിക്ഷേപ, മുഖത്തിൽ താടിച്ചു അല്ലെങ്കിൽ അടിച്ചു എന്നർത്ഥം. ആ കാളീദേവി ആനയുടെ ആ പുറത്തിരിക്കുന്ന യോദ്ധാവ്, അതുപോലെ തന്നെ പൂർവ്വഭാഗത്തെ രക്ഷിക്കുന്ന ആ തോട്ടിക്കാരൻ, അതുപോലെ തന്നെ പാർശ്വലംബികളായിരിക്കുന്ന രണ്ടു വശത്തും മണികളോടുകൂടിയ ഗജങ്ങളെ ഒരു കൈ കൊണ്ട് പിടിച്ച് ചുരുട്ടി കൂട്ടി കടിച്ച്, അതായത് മുഖത്തിൽ ക്ഷേപിച്ചു എന്ന്, ഇവിടെ മുഖേ ചിക്ഷേപ എന്ന് പറഞ്ഞത് ഇവിടെ വിക്ഷേപിച്ചു എന്നുള്ള അർത്ഥമാണ്. ആനകളെ ഭക്ഷിച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ചിക്ഷേപ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പാർഷ്ണിഗ്രാഹാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനയുടെ പിൻഭാഗത്തിരുന്നിട്ട് ആനയുടെ നേർക്ക് വരുന്ന ആക്രമണത്തെയൊക്കെ തടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മുൻപിൽ നിൽക്കുന്ന ആൾ ആനയെ നിയന്ത്രിക്കുന്നവൻ തോട്ടിക്കാരൻ, മുകളിലിരിക്കുന്നവൻ യോദ്ധാവ്. ഇങ്ങനെ മൂന്ന് പേരോടും കൂടി ഗജങ്ങളെ ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചിക്ഷേപ. ഇനി തഥൈവ യോധം ദുരകൈ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈശ്ചർവയന്ത്യതി ഭൈരവം. ഇനി കാളീദേവിയുടെ അടുത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തഥൈവ, അതുപോലെ തന്നെ ഈ ആനകളെ ഭക്ഷിച്ചതുപോലെ തന്നെ യോധം തുരകൈ, തുരകം കുതിരയാണ്, തുരകൈഹി കുതിരകളോടുകൂടിയ. ഇപ്പോൾ കുതിരകൾ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് സൈന്യമുണ്ട്, അസുരന്മാരുണ്ട് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ ആ അശ്വാരൂഢന്മാരായ ആ സൈനികരോടുകൂടി, കുതിരകളോടുകൂടി രഥം സാരഥിന സഹ. അതുപോലെ രഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രഥം ഒരു വാഹനമാണ്. ആ രഥം തേര് എന്ന് പറയും. ആ തേരിനെ നിയന്ത്രിക്കാൻ ഒരു സാരഥി കാണും. ആ തേരിനെ സാരഥിയോടുകൂടിയും, അതുപോലെ വക്ത്രേ നിക്ഷിപ്യ എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അവരെയും ഭക്ഷിച്ചു എന്നർത്ഥം. ഇനി ദശനൈ, ദശനൈ എന്ന് പറഞ്ഞാൽ ദന്തമാണ്, ഇവിടെ പല്ലുകളെ കൊണ്ട് ആണ് ദശനൈഹി. ഇനി അതിഭൈരവും, ഏറ്റവും ഭയങ്കരമായ രീതിയിൽ ചർവയന്തി, ചവയ്ക്കുന്നു. ഈ കാളീദേവി അശ്വാരൂഢന്മാരായ യോദ്ധാക്കളെ കുതിരകളോടുകൂടി, അതുപോലെ തേരുകളെ തേരാളികളോടുകൂടി മുഖത്തിലേക്ക് നിക്ഷേപിച്ചിട്ട്, അതായത് വായിലേക്ക് നിക്ഷേപിച്ചിട്ട് പല്ലുകൾ കൊണ്ട് ഇവരെയെല്ലാം അതിഭയങ്കരമായിട്ട് ചവച്ച് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമധചാപരം പാദേനാക്രമ്യ ജൈവാന്യമുരസാന്യം അബോധയത്. ഏകം കേശേഷു ജഗ്രാഹ, ഒരസുരനെ ഏകം കേശേഷു ജഗ്രാഹ, അതായത് ഏകം ഒന്ന്, കേശേഷു ജഗ്രാഹ തലമുടിയിൽ പിടിച്ചിട്ട്, അധ അപരം ച
അനന്തരം മറ്റൊരു അസുരനെയും ഗ്രീവായ കഴുത്തിൽ പിടിച്ചു. മറ്റൊരു അന്യം എന്ന് പറഞ്ഞാൽ വേറൊരുത്തനെ പാതേന ഏവ ആക്രമ്യ കാലുകൊണ്ട് ചവിട്ടി. അപ്പം ഒരസുരനെ ഒരു കൈ കൊണ്ട് തലയിൽ പിടിച്ചു, മറ്റൊരു അസുരനെ വേറൊരു കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ചു, വേറൊരുത്തനെ കാലുകൊണ്ട് ചവിട്ടി. അന്യം മറ്റൊരുത്തനെ ഉരസാ ച അബോധയ മാറിടം കൊണ്ട് നിഗ്രഹിച്ചു. അപ്പോൾ കാളിയുടെ ആ അതിഭൈരവമായ അതിഭീകരമായ യുദ്ധവും ആക്രമണവും അതുപോലെ അസുരന്മാരെ നേരിടുന്നതിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ഈ ശ്ലോകങ്ങളിൽ. ആ കാളീദേവി എന്തൊക്കെ ചെയ്തു, ആന, കുതിര, തേര ഇവയെല്ലാം നശിപ്പിക്കുകയല്ല, വായിരിട്ട് ചവച്ചരച്ചതിന് ശേഷം ഈ കാലാൾപ്പടകളെ നിഗ്രഹിക്കുന്ന വിധത്തെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് നോക്കുക. തൈർമുക്താനി ജശസ്ത്രാണി മഹാസ്ത്രാണി തഥാ അസുരൈഹി മുഖേന ജഗ്രാഹരുഷ ദശനൈർ മധിതാന്യപി. തൈഹി അസുരൈ ആ ചണ്ടമുണ്ടാതി അസുരന്മാരാൽ മുക്താനി ശസ്ത്രാണി പ്രയുക്തങ്ങളായ ശസ്ത്രങ്ങൾ അതായത് ഇവിടെ അസ്ത്രവും ശസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരുന്നു. ഇവിടെ ശസ്ത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ആയുധങ്ങളെ. മഹാസ്ത്രാണി ഇവിടെ അടുത്തത് മഹാ അസ്ത്രങ്ങളും മഹത്തുക്കളായിരിക്കുന്ന ബാണങ്ങൾ മുതലാവും അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ തുടങ്ങിയവയും. തഥാ രുഷ എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്രകാരം കോപത്തോടുകൂടി രുഷയോടുകൂടി എന്ന്. മുഖേന ജഗ്രാഹ മുഖം കൊണ്ട് ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദശനയും അധിധാനി അഭി പല്ലുകളെ കൊണ്ട് കടിച്ചു പൊട്ടിക്കുകയും ചെയ്തു, അതായത് ഭക്ഷിച്ചു എന്നേ അർത്ഥമുള്ളൂ. ആ കാളീദേവി ചണ്ടമുണ്ടാതി അസുരന്മാരാൽ പ്രയുക്തങ്ങളായ ആയുധങ്ങളെയും മഹത്തുക്കളായ ബാണങ്ങളെയും അതായത് ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും കോപത്തോടുകൂടി മുഖം കൊണ്ട് ഗ്രഹിച്ച് പല്ലുകൾ കൊണ്ട് കടിച്ചു പൊട്ടിച്ചു. അപ്പോൾ അസുരന്മാർ പ്രത്യാക്രമണത്തിനായിട്ട് ദേവിയുടെ നേർക്കയച്ച എല്ലാ ആയുധങ്ങളും ദേവി പല്ലുകൾ കൊണ്ട് തന്നെ കടിച്ചു പൊട്ടിച്ച് നിർവീര്യമാക്കി കളഞ്ഞു എന്നർത്ഥം. ഇനി ഇവിടെ ഈ പ്രയോഗിക്കുന്ന മഹത്തായ ബാണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മാസ്ത്രം, വായവ്യാസ്ത്രം, ആഗ്നേയാസ്ത്രം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവ്യങ്ങളായ ആയുധങ്ങളാണിവിടെ. അതായത് ചണ്ടമുണ്ടന്മാർക്ക് നിശുംഭാസുരന്മാർക്ക് വരം കിട്ടിയതാണ് ബ്രഹ്മാവിൽ നിന്ന്. അവരുടെ കയ്യിലിപ്പം ദേവന്മാരുടെ എല്ലാവിധ ആയുധങ്ങളും ഉണ്ട്, ദേവന്മാരുടെ എല്ലാ സൈന്യവും അവർക്ക് അധീനമാണ്. അങ്ങനെ ദിവ്യങ്ങളായുള്ള ആയുധങ്ങളും അസ്ത്രങ്ങളും എല്ലാം ഇപ്പം ഈ ചണ്ടമുണ്ട അസുരന്മാരുടെ പക്കലുണ്ടെന്ന് സാരം. അതായത് ശുംഭനിശുംഭന്മാരുടെ സൈന്യത്തിലുള്ളവരാണല്ലോ ഇവർ. അപ്പോൾ അതെല്ലാം ഇവർക്ക് അധീനമാണ്. ആ ആയുധങ്ങളെയാണ് ദേവി പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ച് നിഷ്പ്രഭമാക്കി കളഞ്ഞത്. ഇനി അടുത്തത് 13-ാം ശ്ലോകം. ബലിനാം തദ്ബലം സർവമസുരാണാം മഹാത്മനാം മമർദാഭക്ഷേച്ഛാന്യാന്യാംശ്ചാതാടയത്തഥ. ഇനി അസുരാണാം തദ്ബലം സർവം അസുരന്മാരുടെ ആ സൈന്യം മുഴുവനും ബലിനാം ബലികളായിരിക്കുന്ന അതായത് ബലവാന്മാരായിരിക്കുന്ന ബലശാലികളായിരിക്കുന്ന മഹാത്മനാം അതായത് ഇവിടെ മഹാത്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല, വലിയ ദേഹത്തോടു കൂടിയവരെയാണ് ഇവിടെ മഹാത്മനാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അസുരാണാം ബലിനാം തദ്ബലം സർവം അവരുടെ എല്ലാ സൈന്യം അസുരന്മാരുടെ സൈന്യം മുഴുവനും മർദ്ദിച്ചു. അന്യാൻ അഭക്ഷയത് മറ്റു ചില അസുരന്മാരെ അഭക്ഷയത് ഭക്ഷിക്കുകയും ചെയ്തു. തഥാ അന്യാൻ അപ്രകാരം മറ്റു ചിലരെ അതാടയച്ച താടിക്കുകയും ചെയ്തു, അതായത് മർദ്ദിക്കുകയും ചെയ്തു എന്നർത്ഥം. ഈ കാളീദേവി വലുതായ ദേഹത്തോടു കൂടിയവരായ ബലശാലികളായിരിക്കുന്ന അസുരന്മാരുടെ ആ ചതുരംഗപ്പടയെ മുഴുവനും ചിലരെ മർദ്ദിച്ചു, ചിലരെ ഭക്ഷിച്ചു, അതുപോലെ തന്നെ മറ്റു ചിലരെ താടിക്കുകയും ചെയ്തു എന്നർത്ഥം. ഇനി ഇവിടെ അടുത്ത ശ്ലോകത്തിൽ അസിനാ നിഹതാഹ കേജിത് ഖഡ്വാംഗതാഡിതാഹ ജഗ്മുർവിനാശമസുര ദന്താഗ്രാഭി ഹതാസ്തഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ കേജിത് അസുരാഹ ചില അസുരന്മാർ അസിന നിഹത അസിന എന്ന് പറഞ്ഞാൽ അസിവാള് വാളിനാൽ നിഹതാഹ വാളുകൊണ്ട് അതായത് വധിക്കപ്പെട്ടവരായിട്ട് കേജിത് ഖഡ്വാംഗതാഡിത ഖഡ്വാംഗം കൊണ്ട് താഡിതന്മാരായിട്ട്. ഖഡ്വാംഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ നരമാല ധരിച്ച എന്നുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. വിചിത്ര ഖഡ്വാംഗധര അതായത് പല വിധത്തിൽ വിചിത്രമായിരിക്കുന്ന
ഖഡ്വയുടെ, അതായത് അംഗത്തെ ധരിച്ചിരിക്കുന്നവൾ, അല്ലെങ്കിൽ വിചിത്ര ഖഡ്വാസുരൻ്റെ അംഗത്തെ എന്നുള്ള അർത്ഥം. അതായത് അസ്ഥിക്കൂടിനെ, കങ്കാളത്തെ ധരിച്ചിരിക്കുന്നവൾ എന്നാണ് അന്നേരം അർത്ഥം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആ അസിനാനിഹത കേജിത് ഖഡ്വാംഗതാഡിത, ഖഡ്വാംഗം ഇവിടെ അസ്ഥി കൊണ്ടുള്ള ഒരു ആയുധത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അസിനാനിഹത, ചില അസുരന്മാർ വാളിനാൽ താടിക്കപ്പെട്ടു, മറ്റു ചിലർ ഖഡ്വാംഗത്താൽ, ഈ അസ്ഥി കൊണ്ടുള്ള ആയുധത്താൽ താടിക്കപ്പെട്ടു. അതുപോലെ മറ്റു ചിലർ ഇനി അപ്രകാരം തന്നെ പല്ലുകളുടെ ദന്താഗ്രാഭിഹതാഹ, പല്ലുകൾ കൊണ്ടുള്ള ദന്ത അഗ്രം, പല്ലിൻ്റെ അഗ്രം കൊണ്ടുള്ള കടിയേറ്റ്, ആ പല്ലുകൊണ്ടുള്ള കടിയേറ്റ് വിനാശം ജഗ്മുഹു, വിനാശത്തെ പ്രാപിച്ചു. ചില അസുരന്മാർ കാളീദേവിയുടെ വാൾ കൊണ്ടുള്ള വെട്ടുകൊണ്ടും അതുപോലെ ചിലർ ഖഡ്വാംഗം കൊണ്ടുള്ള അടികൊണ്ടും, അപ്രകാരം തന്നെ മറ്റു ചിലർ പല്ലുകൾ കൊണ്ടുള്ള കടിയേറ്റും വിനാശത്തെ പ്രാപിച്ചു എന്ന് അർത്ഥം. അതുപോലെ തന്നെ ചിലർ ആ ദേവിയാൽ, ഇനി ഇവിടെ ദേവിയുടെ ദന്താഗ്രം കൊണ്ടൊക്കെ കടിക്കപ്പെട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് മോക്ഷം കിട്ടുന്നത് പോലെയാണ്. ദേവിയുടെ കരം കൊണ്ട് വധിക്കപ്പെടുന്നത് തന്നെ മോക്ഷം കിട്ടുന്നത് പോലെയാണെന്ന് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ വായിച്ചിരുന്നു. ഇനി അടുത്ത ശ്ലോകം, ക്ഷണേന തദ്ബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീമതിഭീഷണാം. ക്ഷണേന, ക്ഷണനേരം കൊണ്ട്, ഞൊടി നേരം കൊണ്ട്, അസുരാണാം തദ്ബലം സർവം, അസുരന്മാരുടെ ആ സൈന്യം മുഴുവനും, തദ്ബലം സർവം, അവരുടെ ബലം മുഴുവനും, അതായത് ഇവിടെ സൈന്യം മുഴുവനും, നിപാതിതം ദൃഷ്ട്വ, നിപാതിതം എന്ന് പറഞ്ഞാൽ താഴെ വീണവരായി, പതിക്കപ്പെട്ടവരായി കണ്ടിട്ട്, ചണ്ഡഹ ചണ്ഡൻ, അതിഭീഷണാം താം കാളീം, അതിഭീഷണം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരിയായ കാളിയെക്കുറിച്ച്, താം കാളി, അഭിദുദ്രാവ, അതായത് ആ കാളിയെ കണ്ടിട്ട്, അഭിദുദ്രാവ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഓടി എന്ന് പറഞ്ഞാൽ കാളിയുടെ നേർക്ക് ഓടിച്ചെന്നു. എല്ലാവരെയും കൊന്നില്ലേ, ചണ്ടന് പേടിയൊന്നും ഉണ്ടായില്ല, ആ ഭയങ്കര രൂപത്തോടു കൂടിയ കാളീദേവിയുടെ നേർക്ക് ഓടിച്ചെന്നു. ഇനി അടുത്ത ശ്ലോകം, ശരവർഷൈർ മഹാഭീമൈർ ഭീമാക്ഷീം താം മഹാസുരഃ ഛാദയാമാസചക്രൈശ്ച മുണ്ടക്ഷിപ്തൈ സഹസ്രശഃ. ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത് ശരവർഷൈർ, ശരവർഷൈഹി എന്ന് പറഞ്ഞാൽ ശരവർഷങ്ങളെ കൊണ്ടും, മഹാസുരഃ, ഇവിടെ മഹാസുരൻ, ഇവിടെ ചണ്ഡമഹാസുരനാണ് ദേവിയുടെ നേർക്കോടിച്ചെന്നത് അല്ലേ. അപ്പോൾ ആ ചണ്ഡമഹാസുരൻ മഹാഭീമൈ പറഞ്ഞാൽ ഭീമാകാരം പൂണ്ട എന്നാണ്. അല്ലാതെ വളരെ വലിയ ആകാരത്തെ പൂണ്ട, അല്ലെങ്കിൽ അതിഘോരമായ എന്ന് വേണമെങ്കിൽ പറയാം. മുണ്ടഹ മുണ്ടൻ, സഹസ്രഹ ക്ഷിപ്തൈഹി അനേകം പ്രാവശ്യം അയക്കപ്പെട്ട, ക്ഷിപ്തൈ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട, ചക്രൈഹി ച ചക്രായുധങ്ങളെ കൊണ്ടും, ഭീമാക്ഷിയും താം ഛാദയാമാസ ഭയങ്കര, ഭീമാക്ഷി എന്ന് പറഞ്ഞാൽ വലിയ, വളരെ വലിയ കണ്ണുകളോട് കൂടിയ എന്നാണ് ഭീമാക്ഷി. താം ഛാദയാമാസ ആ കാളിയെ മൂടി, അതായത് ഭയങ്കരമായ കണ്ണുകളോട് കൂടിയ ആ ദേവിയെ, കാളീദേവിയെ അതിഘോരമായ തീക്ഷ്ണമായ ശരവർഷങ്ങളെ കൊണ്ടും അനേകം പ്രാവശ്യം അയക്കപ്പെട്ട ചക്രായുധങ്ങളെ കൊണ്ടും ആ ദേവിയെ മൂടി എന്നർത്ഥം. ഇനി അവിടെ മുണ്ടക്ഷിപ്തൈ എന്ന് പറഞ്ഞാൽ ശിരസ്സുകളെ മുറിക്കുന്ന എന്ന അർത്ഥമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ചക്രങ്ങളെ കൊണ്ട് എന്ന് വിശേഷണം, മുണ്ടക്ഷിപ്തൈ എന്നുള്ള വാക്കുകൊണ്ട്. ഇനി ഇവിടെ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബഭൂര്യഥാർക്കബിംബാനി സുബഹൂനി ഖനോദരം. താനി അനേകാനി ചക്രാണി, താനി ആ അസംഖ്യങ്ങളായ, അനേകാനി എന്ന് പറഞ്ഞാൽ അനേകങ്ങളായ, അസംഖ്യങ്ങളായ ചക്രാണി ചക്രായുധങ്ങൾ, തന്മുഖം വിഷമാനാനി ദേവിയുടെ മുഖത്ത് പ്രവേശിച്ചിട്ട്, ദേവി മുഖത്ത് പ്രവേശിച്ചിട്ട്, ഖനോദരം മേഘാന്തർഭാഗത്തെ പ്രവേശിച്ചിരിക്കുന്ന, സുബഹൂനി അസംഖ്യങ്ങളായ, അർക്കബിംബാനി യഥാ ബഭൂ സൂര്യമണ്ഡലങ്ങൾ പോലെ ശോഭിച്ചു എന്ന്. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ മുഖമല്ല, ദേവി അങ്ങനെ ദിക്കുകളെങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ തന്മുഖം വിഷമാനാനി ദേവിയുടെ മുഖത്ത് ഈ ചക്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് പ്രവേശിച്ചിട്ട് ആ മേഘങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ചന്ദ്രബിംബം കാണപ്പെടുന്നത് പോലെ ഓരോ ചക്രങ്ങളും, അസംഖ്യങ്ങളായ ഈ ചക്രങ്ങൾ സൂര്യമണ്ഡലങ്ങൾ പോലെ, സൂര്യൻ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടമാണ്, ഒരു സൂര്യനല്ല,
അർക്കബിംബങ്ങൾ പോലെ യഥാ ബഭൂ, ഇവിടെ അപ്രകാരം ശോഭിച്ചു എന്നാണ്. ആ അനേകം ചക്രായുധങ്ങൾ ദേവിയുടെ മുഖത്തേക്ക് തറച്ചു കൊണ്ടിട്ട് മേഘങ്ങൾ, അതായത് മേഘങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അസംഖ്യം സൂര്യമണ്ഡലങ്ങൾ പോലെ ശോഭിച്ചു എന്നർത്ഥം. ദേവിയുടെ മുഖം കറുപ്പാണെന്ന് നമ്മൾ കോപം കൊണ്ട് കറുത്തു എന്നാണ്, കൃഷ്ണവർണ്ണമായി തീർന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചത്. അപ്പോൾ ആ കറുത്ത മുഖത്തിനെ ഇവിടെ മേഘത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അതുപോലെ ആ മേഘസദൃശമായ മുഖത്തേക്ക് പ്രവേശിച്ച ചക്ര ആയുധങ്ങളെ അനേകം സൂര്യന്മാർ ദേവിയുടെ മുഖത്ത് ശോഭിച്ചിരിക്കുന്നത് പോലെ, അതായത് മേഘസദൃശമായ ദേവിയുടെ മുഖത്ത് ശോഭിച്ചിരിക്കുന്നത് പോലെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ അഭൂതോപമയാണ് ഇവിടുത്തെ അലങ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി 18ാമത്തെ ശ്ലോകം. തതോ ജഹാസാതിരുഷ ഭീമം ഭൈരവനാദിനി കാളീ കരാളവക്ത്രാന്തർ ദുർദശദശനോജ്വല. തതോ ജഹാസാതിരുഷ ഭീമം ഭൈരവനാദിനി എന്ന് പറഞ്ഞാൽ ഭൈരവനാദിനി ഇവിടെ ഭയങ്കരമാകും വണ്ണം ശബ്ദിക്കുന്നവളായി. തതഹ അനന്തരം കരാളവക്ത്രാന്ത ദുർദശ ദശനോജ്വല. കരാളവക്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന മുഖം, അന്തർഭാഗത്തിങ്കൽ വക്ത്രാന്ത അന്തർഭാഗത്ത്, മുഖത്തിൻ്റെ അന്തർഭാഗത്ത് ദർശിക്കാൻ പാടില്ലാത്ത ദന്തങ്ങളെ കൊണ്ട് ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന എന്നാണ്. ദശനോജ്വല, ദശനം ദന്തമാണെന്ന് പറഞ്ഞു. ആ മുഖത്തിൻ്റെ അകത്തിരിക്കുന്ന പല്ലുകളാണ്, അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ അത് കാളിദേവി ഏറ്റവും ഭയങ്കര കോപത്തോടു കൂടി, അതായത് അതിരുഷ കോപത്തോടു കൂടി ഭീമം ജഹാസ പൊട്ടിച്ചിരിച്ചു. അതായത് ഭയങ്കരമായ അട്ടഹാസമായിരുന്നു അത്, കാളിദേവിയുടെ അട്ടഹാസമായിരുന്നു കോപത്തോടു കൂടിയ. ആ അട്ടഹാസം ചെയ്യുന്നവളായ ആ ദേവി ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന ആ മുഖത്തിൻ്റെ അന്തർഭാഗത്ത് ദർശിക്കാൻ, നമുക്ക് കാണാൻ പാടില്ലാത്ത വിധം ഇരിക്കുന്ന ആ ദന്തങ്ങളെ, ആ കറുത്ത മുഖത്ത് ഇതുപോലെ തന്നെ ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാളിദേവി അതിഭയങ്കരമായ കോപത്തോടുകൂടി ചിരിച്ചു എന്നാണ്, അട്ടഹസിച്ചു എന്നാണ്. ഭീമം ജഹാസ എന്ന് പറഞ്ഞാൽ വലിയ ചിരിച്ചു എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു. ഭൈരവനാദിനി, അതായത് കാലാഗ്നിരുദ്രനെ പോലെ അട്ടഹസിക്കുന്നവളെയാണ് ഭൈരവനാദിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. വക്ത്രമധ്യത്തിൽ വികട അന്ധത്വം ഹേതുവായിട്ട് നോക്കാൻ പാടില്ലാത്ത പല്ലുകൊണ്ട് തേജസ് കൊണ്ട് തേജോമയിയായിട്ടുള്ളവളെയാണ് ഇവിടെ വക്ത്രാന്ത ദുർദശ ദശനോജ്വല എന്ന് പറഞ്ഞിരിക്കുന്നത്. ദശനോജ്വല, ഉജ്ജ്വലമായ ദന്തങ്ങളോടുകൂടിയവൾ. ഇനി 19ാമത്തെ ശ്ലോകം. ഉദ്ധായജ മഹാസിം ഹം ദേവി ചണ്ഡമധാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാച്ഛിനദ്. ഇവിടെ നമുക്ക് നോക്കാം ഈ ശ്ലോകത്തിൽ ഉദ്ധായജ മഹാസിം ഹം ദേവി ചണ്ഡമധാവത. ഇവിടെ ദേവി മഹാസിം ഉദ്ധായ, വലുതായ, മഹാ അസിം എന്ന് പറഞ്ഞാൽ വലുതായ വാളിനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഹം എന്ന് ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ചണ്ഡം അധാവത ചണ്ഡൻ്റെ നേർക്ക് ഓടുകയും ചെയ്തു. അസ്യ കേശേഷു ഗൃഹീത്വ, അസ്യ അവൻ്റെ തലമുടിയിൽ പിടിച്ചിട്ട് തേന അസിന ആ വാളുകൊണ്ട് ശിരഹ അച്ഛിനച്ച ശിരസിനെ മുറിക്കുകയും ചെയ്തു. കഴിഞ്ഞു അല്ലേ? ആ കാളിദേവി വലുതായ ഖഡ്ഗത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹം എന്ന് ശബ്ദിച്ചിട്ട് ചണ്ഡൻ്റെ നേർക്ക് ഓടുകയും അവൻ്റെ കേശം, അതായത് തലമുടിയിൽ പിടിച്ച് വലിച്ചിട്ട് ആ വാളുകൊണ്ട് അവൻ്റെ ശിരസിനെ മുറിക്കുകയും ചെയ്തു. മഹാഖഡ്ഗത്തെ ഉദ്ധായ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഈ ഹം എന്ന ശബ്ദം കോപം കൊണ്ടുണ്ടായതാണ്, കോപം കൊണ്ട് പുറത്തേക്ക് വന്ന ശബ്ദമാണ്. ഇനി ഇവിടെ കൊല്ലുന്നതിന് വേണ്ടി ഹന്തും, കൊല്ലാൻ വേണ്ടി പുറപ്പെടുവിച്ച ശബ്ദമാണ്. അതുപോലെ ഇവിടെ ഈ ലൈൻ മിക്കവാറും ചിലരെല്ലാം തെറ്റിച്ചു വായിക്കാറുണ്ട്. അതായത് ഉദ്ധായജ മഹാസിംഹം ദേവി സിംഹം എന്ന് ചേർത്ത് വായിക്കും. മഹാസിംഹം ആയിട്ട്, അതായത് സിംഹത്തിനെ മഹാ എന്ന് ചേർത്ത് വായിച്ച് തെറ്റിച്ച് വായിക്കാറുണ്ട്. അങ്ങനെയല്ല വായിക്കേണ്ടത്. ദേവി വലുതായ സിംഹത്തിൽ കയറി ചണ്ഡൻ്റെ നേരെ ഓടി എന്നാവും. പക്ഷേ അത് കേൾക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ദേവി വലുതായ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഹം എന്ന ശബ്ദത്തോടുകൂടി ചണ്ടൻ്റെ നേരെ ഓടി എന്നാണ് ശരിയായ അർത്ഥം. നമ്മൾ ഈ ദേവി മഹാത്മ്യം എങ്ങനെ വായിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ വർജിക്കണം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് തെറ്റിച്ച് വായിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ നമ്മൾ ശരിയായി തന്നെ വായിക്കണം, ശരിയായ നിഷ്ഠയോടുകൂടി തന്നെ വായിക്കണം. പിന്നെ അറിയാതെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അറിയാതെ ചെയ്തു പോകുന്ന അപരാധങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നവയാണ്. അപ്പോൾ ഇവിടെ മഹാസിംഹം എന്നാണ്, ഹം ദേവി ചണ്ഡമധാവത എന്നാണ്. ദേവി ഈ സിംഹത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ചണ്ട, അതായത് ഖഡ്ഗത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹം എന്ന് ശബ്ദിച്ചിട്ട് ചണ്ടൻ്റെ നേർക്ക് ഓടി അവൻ്റെ കേശങ്ങളിൽ പിടിച്ചു വലിച്ച്, അതായത് തലമുടിയിൽ പിടിച്ചു വലിച്ച് വാളുകൊണ്ട് അവൻ്റെ ശിരസിനെ മുറിക്കുകയും ചെയ്തു എന്നാണ്. മഹാ അസിം ആണ് മഹാഖഡ്ഗം, ഉദ്ധായ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. കാളിദേവി അങ്ങനെ ചണ്ടൻ്റെ നേർക്ക് ഓടിച്ചെന്ന് അവനെ തലമുടിയിൽ പിടിച്ചു വലിച്ച് ആ വാൾ കൊണ്ട് അവൻ്റെ ശിരസ് മുറിച്ച് അവൻ്റെ കഥ കഴിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ചില ബുക്കുകളിൽ ഛിന്നേ ശിരസി ദൈത്യേന്ദ്ര ചക്രേ നാദം സുഭൈരവം തേന നാദേന മഹതാ ത്രാസിതം ഭുവനത്രയം എന്ന് ഒരു ശ്ലോകം കൂടിയുണ്ട്. ചണ്ട മഹാസുരൻ ദേവിയാൽ ഇങ്ങനെ അവൻ്റെ ശിരസ് മുറിക്കപ്പെട്ടപ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന സിംഹനാദത്തെ ചെയ്തു. ആ വലുതായ ശബ്ദം കൊണ്ട് 3 ലോകവും അങ്ങനെ ഭയപ്പെട്ടു പോയി എന്ന്. അപ്പോൾ ശിരസ് മുറിക്കപ്പെട്ട ചണ്ടൻ മായാവിയായിരുന്നു. അസുരന്മാരെല്ലാം മായാവികളാണല്ലോ. അപ്പോൾ ഈ മായാവിത്വം കൊണ്ടാണ് പിന്നെയും യുദ്ധം ചെയ്യുന്നതിനായി എഴുന്നേറ്റ് ഈ ഭയങ്കരമായ ശബ്ദത്തെ പുറപ്പെടുവിച്ചതെന്ന് താല്പര്യം. നമുക്കിവിടെ എല്ലാ ബുക്കിലും അങ്ങനെ ഇല്ല ആ ശ്ലോകം. ഇവിടെ അടുത്ത ശ്ലോകമായിട്ട് അധമുണ്ടോഭ്യതാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയത് ഭൂമൗ സാ ഖഡ്ഗാഭിഹതം രുഷ എന്നാണ് ഇവിടെ 20ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനന്തരം മുണ്ടൻ ചണ്ഡാസുരനെ നിപാതിതം ദൃഷ്ട്വ വീഴ്ത്തപ്പെട്ടവനായി കണ്ടിട്ട് താം അഭ്യതാവത് കാളിയുടെ നേർക്ക് ഓടി. സാം തം അഭി കാളിദേവി അവനെയും രുഷ ഖഡ്ഗാഭിഹതം രുഷ കോപത്തോടുകൂടി ഖഡ്ഗാഭിഹതം ഖഡ്ഗത്താൽ, അതായത് വാൾ കൊണ്ട് അഭിഹതം അടിച്ചിട്ട് ഭൂമൗ അപാതയത് ഭൂമിയിൽ പതിപ്പിച്ചു. അപ്പോൾ ചണ്ഡാസുരനെ വധിച്ചത് കണ്ട് കഴുത്തറുത്ത് കൊല്ലുന്നത് കണ്ടിട്ട് മുണ്ടൻ കാളിയുടെ നേർക്ക് ഓടിച്ചെന്നു. കാളിദേവി അവനെയും അതികോപത്തോടുകൂടി വാൾ കൊണ്ടടിച്ച് ഭൂമിയിൽ വീഴ്ത്തി എന്ന് സാരം. അടുത്ത ശ്ലോകം ഹതശേഷം തതസൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടഞ്ച സുമഹാവീര്യം ദിശോഭേജേ ഭയാതുരം. ഇനി തതഹ അനന്തരം ഹതശേഷം സൈന്യം, ഈ ഇപ്പോൾ ചണ്ഡാസുരനും മുണ്ടാസുരനും വധിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷമുള്ള അസുര സൈന്യം ചണ്ടനെയും സുമഹാവീര്യം മുണ്ടം ച ആ മഹാപ്രഭാവത്തോടുകൂടി അതിബലവാനായിരുന്ന മുണ്ടനെയും നിപാതിതം ദൃഷ്ട്വ വീഴ്ത്തപ്പെട്ടവരായി കണ്ടിട്ട്, അതായത് വധിക്കപ്പെട്ടവരായി കണ്ടിട്ട് ഭയാതുരം ഭയം കൊണ്ട് ആതുരരായി, അതായത് പരവശരായി ദിശഹ ഭേജേ ദിക്കുകളെ ഭജിച്ചു എന്ന് പറഞ്ഞാൽ അവർ 4 വഴിക്കും ഓടിപ്പോയി. പല വഴിക്കായിട്ട് പല ദിക്കുകളിലേക്കായിട്ട് ഓടിപ്പോയി എന്ന് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം ശിരശ്ചണ്ഡസ്യ കാളീജ ഗൃഹീത്വാ മുണ്ടമേവ ച പ്രാഹ പ്രചണ്ഡാട്ടഹാസമിശ്രം അഭ്യേത്യ ചണ്ഡികാം കാളിദേവി. ആ കാളിദേവി ചണ്ഡസ്യ ശിരഹ ച ചണ്ടൻ്റെ ശിരസിനെയും മുണ്ടം ഏവം ച മുണ്ടൻ്റെ ശിരസിനെയും ഗൃഹീത്വ എടുത്ത് കയ്യിൽ ഗ്രഹിച്ചിട്ട് പ്രചണ്ഡാട്ടഹാസമിശ്രം അതിപ്രചണ്ഡമായ അതിഭീകരമായ അട്ടഹാസത്തോടുകൂടി പ്രചണ്ഡമായ അട്ടഹാസത്തോടുകൂടി അഭിഗമിച്ചിട്ട് ചണ്ഡികാം പ്രാഹ ചണ്ഡികയെ പ്രാപിച്ച് പറഞ്ഞു. അതായത് എവിടെ നിന്നാണ് ദേവി ഉത്ഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കാളിദേവി ലലാട ഫലകത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതല്ലേ അംബികാദേവിയുടെ. കാളിദേവി ചണ്ഡികാദേവിയുടെ സമീപത്ത് എത്തി ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. മയാ തവാത്രോപഹൃതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. മയാ അത്ര ഈ യുദ്ധത്തിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ യുദ്ധത്തിൽ തവ ചണ്ഡമുണ്ടവും നിന്തിരുവടിക്ക്, അതായത് അവിടുത്തേക്ക് പശുക്കളായ ചണ്ഡമുണ്ടന്മാർ, പശുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ, അതായത് മൃഗതൃഷ്ണയോടുകൂടിയവരാണ് ചണ്ഡമുണ്ടന്മാർ. അവർക്ക് മയാ ഉപാഹൃതവും എന്നാൽ കൊണ്ടുവരപ്പെട്ടു. ത്വം സ്വയം, അതുകൊണ്ട് അവിടുന്ന് തന്നെ, ഇത് ചണ്ഡികാദേവിയോട് പറയുന്നതാണ്, ത്വം സ്വയം നിന്തിരുവടി താനെ തന്നെ യുദ്ധയജ്ഞേ രണയാഗത്തിൽ മഹാപശുക്കളായ ശുംഭം നിശുംഭം ച ഹനിഷ്യസി
ശുംഭനെയും നിശുംഭനെയും നിഗ്രഹിക്കും. രണം അതായത് ഈ യുദ്ധം എന്ന ഈ യജ്ഞത്തിൽ പശുക്കളായ ഈ ചണ്ടമുണ്ടന്മാരെ, ഇവരെ യജ്ഞപശുക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചണ്ടനെയും മുണ്ടനെയും ഞാൻ അവിടുത്തെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ യാഗത്തിൽ, ഈ യുദ്ധം എന്ന ഈ യാഗത്തിൽ മഹാപശുക്കളായിരിക്കുന്ന ഈ ശുംഭനിശുംഭന്മാരെ അവിടുന്ന് തന്നെ നിഗ്രഹിക്കും, അവിടുത്തെ കൈകൊണ്ട് തന്നെ നിഗ്രഹിക്കും. ഇനി അവിടെ കാളിയായ എന്നാൽ ഇവരെ ബലി സാധനമാക്കി, ബലിക്ക് വേണ്ട വസ്തുവാക്കി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം. ഇനി യുദ്ധം യജ്ഞമായുള്ള ദേവകാര്യമാണ്, ദേവകാര്യകാരിണിയായിട്ടാണ് ഇവിടെ ദേവി എഴുന്നള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വയമേ തന്നെ ദേവഗണ പ്രീതിക്കായിട്ട് ഈ 2 യജ്ഞപശുക്കളെയും നിഗ്രഹിച്ചാലും എന്ന് കാളീദേവി ഇവിടെ ചണ്ഡീദേവിയോട് പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം. ഋഷിരുവാച, ഈ ഋഷി പറഞ്ഞു, താവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളിം കല്യാണി ലളിതം ചണ്ഡികാവചഃ. ഋഷി പറയുകയാണ് ഇപ്രകാരം, തതഃ കല്യാണി, അനന്തരം ആ ശുഭവാക്കിനെ പറയുന്നവളായ ചണ്ഡികാ ഭഗവതി, ചണ്ഡിക, തൗ മഹാസുരൗ ചണ്ഡമുണ്ടൗ, ആ മഹാസുരന്മാരായ ചണ്ഡമുണ്ടന്മാരെ ആനീതൗ ദൃഷ്ട്വ, ഇവിടെ കൊണ്ടുവരപ്പെട്ടവരായി കണ്ടിട്ട് കാളിയോട് ലളിതം വചഃ ഉവാച. ലളിതം എന്ന് പറഞ്ഞാൽ ലളിതമായ വാക്കുകളല്ല, ഇവിടെ മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു. ലളിതമായ വാക്കുകൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത്. അനന്തരം കല്യാണി, അതായത് കല്യാണത്തെ ചെയ്യുന്ന, നല്ല മംഗളത്തെ ചെയ്യുന്ന ചണ്ഡികാ ഭഗവതി മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നത് കണ്ടിട്ട് കാളിയോട് ഇങ്ങനെ പറഞ്ഞു, മനോഹരങ്ങളായ വാക്കുകളെ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. 25-ാമത്തെ ശ്ലോകത്തിൽ, യസ്മാത് ചണ്ടഞ്ച മുണ്ടഞ്ച ഗൃഹീത്വാ ത്വമുപാഗത ചാമുണ്ടേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. കാളി, ത്വം, ഹേ കാളീദേവി, ഭവതി, യസ്മാത്, ഏത് കാരണം കൊണ്ടാണോ, ചണ്ടം ച മുണ്ടം ച ഗൃഹീത്വ, ഈ ചണ്ടനെയും മുണ്ടനെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്, അതായത് ഉപാഗത കൊണ്ടുവന്നുവോ, തതഃ ലോകേ, അത് നിമിത്തം ഭുവനത്തിൽ, ലോകത്തിൽ, ചാമുണ്ട ഇതി, ചാമുണ്ട എന്ന് ഖ്യാതാ ദേവി ഭവിഷ്യസി, പ്രസിദ്ധപ്പെട്ട ദേവിയായി ഭവിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദേവിക്ക് ചാമുണ്ട എന്ന് പേര് വന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ കാളീദേവി, ഭവതി ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നതുകൊണ്ട് ലോകത്തിൽ ഇനി മുതൽ ചാമുണ്ട എന്ന് പ്രസിദ്ധപ്പെട്ട ദേവിയായി ഭവിക്കും എന്ന് ചണ്ഡികാദേവി കാളിയോട് പറയുന്നു. ഹേ കാളി ഭവതി, കാളി ദേവി, അവിടുന്ന് എന്ത് കാരണം കൊണ്ടാണോ ഈ ചണ്ടൻ്റെയും മുണ്ടേനെയും ശിരസ്സുകളെ കൊണ്ടുവന്നത് എൻ്റെ സമീപത്തിൽ വെച്ചിരിക്കുന്നത്, അത് ഹേതുവായിട്ട്, അതുകൊണ്ടാണ് ഇനി ദേവി ചാമുണ്ട എന്ന് അറിയപ്പെടാൻ പോകുന്നത്. ഇനി ഇതായിരുന്നു ആ മനോഹരമായ വാക്കുകൾ. ഇനി ഇവിടെ ഈ ശ്ലോകം അവസാനിക്കുകയാണ്, ഈ അധ്യായവും അവസാനിക്കുകയാണ്. ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ചണ്ഡമുണ്ട വധോ നാമ സപ്തമോധ്യായ. ഷഷ്ടോധ്യായത്തിൽ ഞാൻ പറഞ്ഞില്ല അത് അവസാനിക്കുന്നു എന്ന്, കാരണം അതിൻ്റെ തുടർച്ചയായിരുന്നു ഈ 7-ാമത്തെ അധ്യായം. സപ്തമോധ്യായം, അതായത് ദൂതൻ പറയുന്നു, അവിടെ ധൂമ്രലോചനെ വധിച്ചു, ചണ്ഡമുണ്ടനെ വീണ്ടും ദേവിയെ വധിക്കാൻ അയക്കുന്നു, അതിൻ്റെ തുടർച്ചയായിരുന്നു ഇത്. അടുത്ത അധ്യായമാണെങ്കിലും 6-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ഇവിടെ ചണ്ഡമുണ്ടന്മാർ വധിച്ചു കഴിഞ്ഞു. ചണ്ഡമുണ്ടാസുരവധം എന്ന, ചണ്ഡമുണ്ടവധം എന്ന 7-ാമത്തെ അധ്യായം സമാപിച്ചിരിക്കുന്നതും അടുത്ത അധ്യായത്തിൽ രക്തബീജവധത്തിനെ കുറിച്ചാണ്. രക്തബീജൻ എന്ന ആസുരനെ വധിക്കുന്നതാണ് 8-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം.